ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ എല്ലാവർക്കും. അപ്പം നമ്മളൊരു ഈവനിങ് ചെറിയൊരു വ്ളോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത്. സംഭവം ചെറിയ കുറച്ച് സംഭവങ്ങളൊക്കെ അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചാലോ, പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇടണമല്ലോ, അതല്ലേ അതിൻ്റെ രസം. ഉച്ചക്കത് ഫുഡ് അടിപൊളിയായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ് പായസം കുടിച്ചു. പിന്നെ ഒന്ന് പുറത്തിറങ്ങാൻ പോയിട്ടോ, ജസ്റ്റ് വെറുതെ ഒരു കറക്കം അത്രേ ഉള്ളൂ. നമ്മുടെ അടുത്തുള്ള സ്റ്റുഡിയോ പോയി, പട്ടാമ്പി സ്റ്റുഡിയോ കേട്ടോ. ഞാൻ അധികം പോകാറുള്ളത് പെരിന്തൽമണ്ണ ഭാഗത്തുള്ള സ്റ്റുഡിയോയിലായിരുന്നു. പക്ഷെ അവിടത്തെക്കാളും കൂടുതൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി ട്ടോ. അത്യാവശ്യം എന്താ പറയാ, കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ ട്ടോ. എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എന്നാലും ഒരുപാട് കളക്ഷൻസ് തോന്നി. ഐ മീൻ അവിടുത്തെ സ്റ്റുഡിയോക്കാളും കൂടുതൽ കളക്ഷൻസ് എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ബാക്കിൽ തന്നെയാണ് നെസ്റ്റോ ഉണ്ടായിരുന്നത്. സോ അവിടെയും വെറുതെ ഒന്ന് കയറി. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ കുറെ ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്നാണ് ഞാൻ ആ മിനി ട്രീ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നുവെച്ചാല് ഈ വ്ളോഗ് കുറെ മുന്നത്തെ ആയിരുന്നു. അതാണ് സംഭവം. ഇപ്പോഴാണ് എനിക്കതൊന്ന് ഇടാനുള്ള എന്താ പറയാ സമയം കിട്ടിയതെന്ന് അറിയില്ല. അതേപോലെ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സ്റ്റേഷനറി ഐറ്റംസ് എല്ലായിടത്തൊക്കെ പോയി. പിന്നെ കുറച്ച് എന്താ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഞാൻ മറ്റേ ബെല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. അതൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ കുറെ സംഭവങ്ങളൊക്കെ നോക്കി, കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു. പിന്നെ മെയിനായിട്ട് അവിടെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രീം കേക്ക് ഇല്ലേ, അതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം നൈസായിരുന്നു കേട്ടോ. 199 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് വൈസ് കുഴപ്പമൊന്നുമില്ല. നമുക്ക് 199 രൂപക്കൊക്കെ നഷ്ടമൊന്നുമില്ല, അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി. എന്നിട്ട് പിന്നെ ഞങ്ങൾ കൊപ്പത്തുള്ള ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട് സിസോക്ക് ഉള്ള ഒരു സിൻഡിക്കേറ്റ് ചെറിയൊരു മാളാണ്. ഇതിൽ മെയിനായിട്ട് നമ്മളെ ക്യൂട്ടായിട്ടുള്ള കുറേ കൊറിയൻ സ്റ്റഫ്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പുണ്ട്. സിസോ എന്നാണ് അതിൻ്റെ പേര്. അതിൽ അടിപൊളി സംഭവം കേട്ടോ. അതിന് തൊട്ടടുത്ത് തന്നെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഫുൾ പറ്റിക്കലായിരുന്നു. ഒരു തേങ്ങയും കിട്ടിയില്ല ഗൈസ്. 2-3 വട്ടം നോക്കിയിട്ടുണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല. അതിന് കിട്ടിയില്ല എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ സിസോയിൽ കയറി കുറേ തപ്പിത്തായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടൊന്നും കിട്ടിയില്ല. ഇത് പിന്നെ കാക്കൂന് വേണ്ടിയിട്ട് ഒരെണ്ണം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് കൊടുത്തേക്കാനും. അത് നല്ല യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാറിൽ വെക്കുന്ന മൊബൈൽ സ്റ്റാൻഡാണ്. ഈ സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ഇതിന് വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചു. അത്യാവശ്യം 300 സംതിങ്ങോ 400 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അത്രയും രൂപ കൊടുത്തിട്ട് ഈ ഒരു ചെറിയൊരു ക്ലോക്ക് മേടിക്കണ്ടേ. നമുക്ക് വലിയ ക്ലോക്ക് മേടിക്കാമല്ലോ. പക്ഷെ അത് നമ്മളെ എസ്തെറ്റിക്കും ക്യൂട്ടൊന്നും ആവത്തില്ല. അതുകൊണ്ട് ഞാൻ അതവിടെ വെച്ചു. ഞാൻ മീഷോന്ന് വേറെ ഒരു ക്ലോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ സംഭവങ്ങൾ കേട്ടോ, നമ്മുടെ ഹെയർ ആക്സസറീസും അതുപോലെ സ്കൂൾ കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടില്, കുറേ ഐറ്റംസ് ഉണ്ട്. അതുപോലെ കിച്ചണിക്ക് വേണ്ട സംഭവങ്ങൾ, കുറേ കുഷീസ്, അങ്ങനെ നമ്മുടെ ഹോം ഡെക്കോർ, അതുപോലെ പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരു അടിപൊളി എന്താ പറയാ, ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവം. തിന്നാളത് അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, ഒരു ഹോം ഡെക്കോർ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. കുറേ കീ ചെയിൻസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചിലതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, ചില ഐറ്റംസിനൊക്കെ റേറ്റ് കുറവുണ്ട്. അപ്പം ഞാൻ ആ സാധനം മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കാക്കൂന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഐ മീൻ എനിക്ക് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടില്ല, അപ്പോൾ ഞാൻ മേടിച്ചു. പിന്നെ അതിന്റെ മേലെ തന്നെ ഇങ്ങനെ കുട്ടികൾക്കുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല. 20 രൂപ, 30 രൂപ, 40 രൂപ, ആ റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും മേടിച്ചു. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ KFCന്റെ പോലത്തെ ഒരു KFC ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് കുറച്ച് പോപ്കോൺ മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. സംഭവം അടിപൊളിയായിരുന്നു. അപ്പൊ അതത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എന്താ ഉണ്ടായി വെച്ചാല്, പിന്നെ ഉച്ചക്കത്തെ അല്ല രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കാൻ നമ്മള് സ്ഥിരം പോണ ഒരു സ്പോട്ടൊന്നുമല്ല. ഉമ്മ ഇപ്പം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല അടിപൊളി ഫുഡാന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓക്കെ, അത്ര റിവ്യൂവിൽ ഗെറ്റപ്പാടുന്നെങ്കിൽ നമുക്കൊന്ന് കയറി വെക്കാം. ഇതിന്റെ അനിയനാണ്, സോ കുറച്ച് കോപ്രായങ്ങൾ കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ ഫുഡ് വന്നു. ഫുഡ് പറഞ്ഞാൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടുത്തെ മെയിൻ ഐറ്റം, അവിടെ സംഭവം ഇതാണ്, ചില്ലി ചിക്കൻ്റെ ഒരു എന്താ പറയുക കൊണ്ടാട്ടം. കൊണ്ടാട്ടം അതും നെയ്ച്ചോറുമാണ് മെയിൻ ആയിട്ട് ഐറ്റം. പിന്നെ അതിൻ്റെ കൂടെ പൊറാട്ടയും കഴിക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബ്രദർ പൊറാട്ടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ നെയ്ച്ചോറാണ് പറഞ്ഞത്. നെയ്ച്ചോറും ആ ചിക്കനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. പറയാതിരിക്കാൻ വയ്യ. കൊപ്പത്താണ് കേട്ടോ ഈ സ്പോട്ട് വരുന്നത്. ആരെങ്കിലും ഈ വീഡിയോ ആ പരിസരത്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സംഭവം നൈസാണ്.
അപ്പൊ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ജസ്റ്റ് ഒന്ന് ഫിലിമിന് പോയി ഗൈസ്. ഫിലിമിന് പോകാൻ ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ 1 മിനിറ്റോ അങ്ങനെ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കയറിയതാണ്. മറ്റേ സൂ എന്താ ദൂരദർശനും അങ്ങനെ എന്തോ ഒരു ഫിലിമില്ലേ മറ്റേ നസ്രിയയുടെ ഒക്കെ ബേസിലും നസ്രിയയും കൂടി ഉള്ളത്. ആ ഫിലിമായിരുന്നു ട്ടോ ഉണ്ടായിരുന്നത്. അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഒരു കോമഡി പടമാണെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ കോമഡി ഒന്നും അങ്ങനെയല്ല. പക്ഷെ ഒരു സസ്പെൻസ് ത്രില്ലറൊക്കെ ആയിട്ട് തോന്നി. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ബേസിലിന്റെ എന്താ പറയാ ആക്ടിങ്ങും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഇതായിരുന്നില്ല അതിനകത്ത്. ഐ മീൻ പുറത്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കര കോമഡി പടം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫിലിം കണ്ടു കഴിഞ്ഞാലും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. കുഴപ്പമൊന്നുമില്ല. സംഭവം വലിയ വലിയ രസം അത്രേ ഉള്ളൂ. കണ്ടോണ്ടിരിക്കാം. സെറ്റാണ്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കി. ഇത് ഞാൻ ഒരുപാട് ഇതിലൊക്കെ കാണാറുണ്ട്. സംഭവം ഇതിന്റെ മേശമ്മ കയറിയിട്ട് അവിടെ പോയി ഇരുന്ന് കഴിക്കണം എന്നൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹം. ബട്ട് സ്റ്റിൽ ഞാനിത് എന്റെ വീട്ടിലായിരുന്നു. നമ്മുടെ സ്പോട്ട് ഉള്ളത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അതെടുത്തോണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ അത് എന്റെ വീട്ടിൽ തന്നെ വെച്ചിട്ട് കഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.